ഹലോ, ഈ വർഷത്തെ CBSE +2 എക്സാം വളരെ ടഫായിരുന്നു എന്ന വാർത്ത നമ്മളെല്ലാവരും കേട്ടു. കുട്ടികളെല്ലാവരും അതിനെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ സ്റ്റേറ്റ് സിലബസിന്റെ +2 ഫിസിക്സ് എക്സാം കഴിഞ്ഞപ്പോഴും സിമിലർ റെസ്പോൺസസ് ആണ് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈവൺ ഒരുപാട് ടീച്ചേഴ്സും ഒരുപാട് ചാനലുകളടക്കം പറയുന്നത് ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നില്ല, സോറി ഒക്കെ പറയുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ നമുക്കൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ടഫ് ആയിരുന്നു സ്റ്റേറ്റ് സിലബസിന്റെ എക്സാമും അതിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ CBSE എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സിലബസിലെ കുട്ടികളും സെയിം ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചത്. NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് രണ്ടുപേരും പഠിച്ചത്. രണ്ടാമതായിട്ട് ഇതിൽ നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്, അതായത് എല്ലാ കുട്ടികളും എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ പോകുന്ന ആളുകളല്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി താല്പര്യമുള്ള ആളുകളെ അല്ല. അതുകൊണ്ട് തന്നെ എൻട്രൻസ് എക്സാമിന്റെ ലെവലിലൊന്നും പഠിക്കേണ്ട ആവശ്യം ഒരുപാട് കുട്ടികൾക്കില്ല. എന്നാലും ലക്ഷക്കണക്കിന് കുട്ടികൾ സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അതിൽ 10,000 കുട്ടികൾ +2ന്റെ കൂടെയും +2 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുട്ടികൾ അറിഞ്ഞിരിക്കണം, നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ആരോടാണ്? ഓൾ ഇന്ത്യ ലെവലിൽ CBSE സിലബസ് പഠിക്കുന്ന കുട്ടികളോട് തന്നെയാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ലെവൽ എന്താണ്, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവൽ എന്താണ്? നമ്മൾ ടഫാണെന്ന് വിചാരിക്കുന്നത് ആക്ച്വലി CBSE-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ടഫ് ആണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ടീച്ചേഴ്സിനും നിങ്ങളുടെ എക്സാം എഴുതിയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഏതൊരു സിലബസിനെയും പൊക്കി വെക്കാനോ അല്ലെങ്കിൽ മറ്റേ സിലബസിനെ താഴ്ത്തി വെക്കാനോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളും അനലൈസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന ഓൾ ഇന്ത്യ ലെവലുള്ള +2 ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആദ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ് സിലബസിന്റെ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജസ് നോൺ ആസ്, അതുപോലെ തന്നെ വളരെ ഈസിലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 4-5-6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. CBSE-യുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കാം. എ ചാർജ് Q is fixed in position, another charge Q is brought near the charge Q and released from rest. Which of the following graph is the correct representation of acceleration of the charge Q as a function of its distance r from the charge Q? ഇത് ടഫ് ആണോ ഈസി ആണോ എന്നതിനേക്കാൾ ഉപരി ആദ്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2, 3, 4 സെന്റൻസുകളുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടുത്തെ പോലെ എന്ത് ചെയ്യുന്നില്ല, 1 or 2 ലൈൻസ് കൊണ്ടൊന്നും ഒറ്റ ക്വസ്റ്റ്യൻ പോലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെല്ലാം ഒറ്റ മാർക്കാണ്, MCQs ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം പലപ്പോഴും MCQs ആകെ 3 ഓപ്ഷൻസേ വരുന്നുള്ളൂ എന്നുള്ളതടക്കം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കാറുണ്ട്. അഗൈൻ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. CBSE-യുടെ +2-ലുള്ള എ പോയിന്റ് സോഴ്സ് ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് എ ടാങ്ക് കണ്ടെയ്നിങ് എ ട്രാൻസ്പെറന്റ് ലിക്വിഡ്, ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് ദി ലിക്വിഡ് ത്രൂ വിച്ച് ലൈറ്റ് ഫ്രം ദി സോഴ്സ് ക്യാൻ ഇമേജ് ഔട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക്, ഈവൻ എൻട്രൻസ് ലെവലിൽ പ്രിപ്പയർ ചെയ്തൊരു കുട്ടികൾക്കാണ് യൂഷ്വലി ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളും അതിൻ്റെ ആപ്ലിക്കേഷനും എന്ത് ചെയ്യാറുള്ളൂ, പഠിക്കാറുള്ളൂ എന്നുള്ളൊരു സത്യാവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വായിച്ച് നോക്കുക, സ്റ്റേറ്റ് സിലബസിൽ ഇന്നലെ ഫിസിക്സ് എക്സാം എഴുതിയ കുട്ടികൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കുക. ഇപ്പം 10 ദിവസം മുന്നേ നടന്ന CBSE +2 ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അതുപോലെ തന്നെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 thin lenses of power +4D and -2D are in contact, focal length of the combination. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. process is responsible for production of energy in the sun. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെന്നുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ സ്കോർ ചെയ്യാം. എന്നാൽ ഇവിടെ അതും നമ്മൾ കൃത്യമായിട്ട് വായിച്ച് അനലൈസ് ചെയ്ത് നമ്മുടെ നോളജ് അപ്ലൈ ചെയ്യാൻ വേണം. ഇനി നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസിന്റെ ഒരു ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാവരും സ്കൂളിൽ യൂഷ്വലി പഠിക്കുന്നത് തന്നെയാണ്, ഔട്ട് ഓഫ് ദി സിലബസോ കാര്യങ്ങളോ ഒന്നുമല്ല. സിമിലർലി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നിന്ന് വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങളോട് ഫേസ് ഡിഫറൻസ്, അത് നമുക്ക് ഈ 2 ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതുപോലെ പവർ ഡിസിപ്പേഷൻ, അതിൻ്റെയും ഇക്വേഷൻ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും നോട്ടിലൊക്കെ പഠിക്കുന്നത് തന്നെയാണ്. ആൻഡ് ഇനി താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതൊന്നും തന്നെ എന്തല്ല, അങ്ങനെ ചെയ്യാൻ പറ്റാത്ത കടുകട്ടി ചോദ്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ആ ഏരിയ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് CBSE-യിലേക്ക് വരാം. N identical cells each of EMF E and internal resistance R are connected in series. Later it was found 2 cells X and Y are connected in reverse polarities. Calculate the potential difference. ആ ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡിഫ്രാക്ഷനിൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, YDSE-യിലെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പം ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ച് അത് കോംപ്രിഹെൻഡ് ചെയ്യാന്നുള്ളൊരു ടെസ്റ്റ് ഓരോ ക്വസ്റ്റ്യനിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ നോളജിലുള്ള ഡെപ്തും കോൺസെപ്റ്റും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഡെഫിനറ്റ്ലി എവിടെയാണ്, CBSE-യുടെ പേപ്പറിൽ തന്നെയാണ്. ഇനി നമ്മൾ 3 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് പോകണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഡിഫൈൻ ചെയ്യാനും അതുപോലെ തന്നെ ടോർക്ക് ആക്ടിംഗ് ഓൺ ഡൈപോൾ മൊമെന്റിന്റെ ഡെറിവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതും എല്ലാവരും സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, 2 പ്രോപ്പർട്ടീസ് എഴുതാൻ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ മൂവിംഗ് കോയിൽ ഗാൽവനൈസ്
ഗാൽവനോമീറ്ററും അതിൻ്റെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഹൗ വിൽ യു കൺവേർട്ട് ഗാൽവനോമീറ്റർ ഇൻ ടു എൻ അമീറ്റർ, ഇതൊന്നും എന്തല്ല, ഇതൊക്കെ ടഫാണെന്നുള്ളത് ഏത് കുട്ടി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ പറയണം. ഇനി 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ CBSE പേപ്പറിലേക്ക് പോവാണ്. 2 ബാറ്ററീസ് ഓഫ്, നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം, 3 വോൾട്ട് ആൻഡ് 6 വോൾട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കോമ്പിനേഷൻ കണക്ട് ടു റെസിസ്റ്റർ, ഇക്വലന്റ് EMF, ഇക്വലന്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്, കറണ്ട് ഡ്രോൺ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും വായിച്ചിട്ട് നമ്മളോട് ബേസിക്കലി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ റേഷ്യോസ്, റെസിസ്റ്റൻസിൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് വളരെ ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ട് കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം, വായിച്ച് നമ്മുടെ നോളജ് അപ്ലൈ ചെയ്യണം. ന്യൂമറിക്കൽസ് ആണ്, പലതും ചെയ്ത് നോക്കുക തന്നെ വേണം. ഇനി അഗെയിൻ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇവിടെ ഒരു ഗ്രാഫ് നമ്മളോട് ABCD ഓപ്ഷൻസ് 1 2 3 4 സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 1+2 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഇവിടുത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ പാർട്ടിക്കിൾ Q is moving with a velocity v at a distance d from a long straight wire carrying a current I as shown in the figure. At this instant, it is subjected to a uniform electric field E such that the particle keeps moving undeviated. നമ്മുടെ സൈക്ലോട്രോണിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ പോലെ. In terms of unit I, J, K, find the magnetic field, find the force, find electric field acting on these charges. അപ്പോൾ ഇത് കൃത്യമായിട്ട് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ബേസ് മാത്രം പഠിച്ചൊരു കുട്ടിക്ക് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്ത് ചെയ്യണം, വെക്ടറുകളെ കുറിച്ച് അറിയണം. ഈ പറയുന്ന 2 ഫോഴ്സും ആക്ട് ചെയ്യുമ്പോൾ അൺഡിവിയേറ്റഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോഴാണ് അൺഡിവിയേറ്റഡ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഇതിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അതിനേക്കാൾ എളുപ്പം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതുപോലെ തന്നെ അഗൈൻ 3 മാർക്കിൻ്റെ അടുത്ത ചോദ്യമാണ്, obtain the expression for equivalent capacitance when 2 capacitors are connected in parallel. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ നമ്മൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. Given graph shows variation of charge Q with potential difference V for 2 capacitors C1 and C2. Both capacitors have same plate separation, but plate area of C2 is greater than C1. Which X or Y corresponds to C1 and Y എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അപ്ലൈ ചെയ്യണം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി 4 മാർക്കിൻ്റെ തന്നെ CBSE ചോദ്യങ്ങളിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ബാക്കി അടുത്ത പേജിലുണ്ട്. അപ്പോൾ ഒരു തിൻ ലെൻസിൻ്റെ അപ്പാരറ്റസിൻ്റെ സെറ്റപ്പ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങളോട് 2 സിംഗിൾ സ്ഫെറിക്കൽ സർഫസിൽ റിഫ്രാക്ഷൻ്റെ ഫോമുല ഉപയോഗിച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ലെൻസ് മേക്കേഴ്സ് ഫോമുലയും അത് കഴിഞ്ഞ് ലെൻസ് ഫോമുലയും എന്ത് ചെയ്യാൻ പറഞ്ഞു, ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് തീർന്നില്ല. അപ്പം ഇതിൻ്റെ ബാക്കി ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയും ആക്ച്വലി ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ബാക്കി അടുത്ത പേജിൽ 2 3 4 എന്ന് പറയുന്ന സബ് പാർട്ടുകൾ അടക്കമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു 4 മാർക്കിൻ്റെ ചോദ്യം. ഇതാണ് ഇവിടുത്തെ 4 മാർക്കിൻ്റെ ചോദ്യം. ഇനി അഗൈൻ അടുത്ത 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റോഫ് ലോനെ ബേസ് ചെയ്തിട്ട് കൺസർവേഷൻ ഓഫ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈറ്റ്സ്റ്റോൺസ് പ്രിൻസിപ്പിൾ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജും അതിൻ്റെ പ്രിൻസിപ്പിൾ അറിയാതെ ഒരാളും +2 പഠിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും പഠിച്ച് ഡിറൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം, എക്സ്പ്ലെയിൻ ദ തിയറി ആൻഡ് വർക്കിംഗ്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിൻ്റെ ഡയഗ്രാം വരക്കാനും അതിൻ്റെ ഇൻഫോർമേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒരു ന്യൂമറിക്കലും തന്നിട്ടുണ്ട്. ഇതും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂമറിക്കലാണ്, നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇനി നമ്മൾ 4 മാർക്കിൻ്റെ മറ്റൊരു CBSE ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററുമുള്ള ഒരു RC സീരീസ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അതിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് തന്നിട്ടുണ്ട്, റിലേഷൻസ് വരെ ഇവിടെ തന്നിട്ടുണ്ട്. Q = Q × 1 - e⁻t /RC. അതുപോലെ ചാർജിങ് കറണ്ട് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ദി ഡിഫറൻഷിയേറ്റിംഗ് അറ്റ് ആൻഡ് യൂസിങ് d/dx of e⁻mx is equal to m × e⁻mx. അപ്പോൾ ഈ കാണുന്ന റിലേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടുമെന്ന് പറഞ്ഞു നിർത്തുകയാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലെ ഫൈനൽ ചാർജ് എത്രയായിരിക്കും വരിക, ഫോർ സഫീഷ്യൻറ്റ് ടൈം ദ കീ S1 is closed and S2 is open. അപ്പോൾ അതായത് RC സർക്യൂട്ട് നമുക്കറിയാം, കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ എന്ത് ചെയ്യില്ല, കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ ആ എൻ്റയർ പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ബേസിക്കലി ക്വസ്റ്റ്യൻ്റെ എന്താണ്, അതിൻ്റെ കോൺടെക്സ്റ്റ് മാത്രമാണ്. ഇവിടെയാണ് നമുക്ക് 1 2 3 4 ക്വസ്റ്റ്യൻസ് ആക്ച്വലി കിട്ടുന്നത്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വരുന്ന ചോദ്യങ്ങളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്, തീർന്നിട്ടില്ല. അഗൈൻ 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വീണ്ടും വരികയാണ്. ഇവിടെ നമുക്ക് കാണാം സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ചോദ്യമാണ്. അവിടെ നമ്മളോട് ഗോസസിൽ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്. ഒന്നും തന്നെ ആരെയും ഞെട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഗെയിൻ ഗോസിയൻ സർഫസിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വാല്യൂ ഓഫ് ദി പോയിന്റ് ചാർജും, അതുപോലെ തന്നെ ഗോസിയൻ സർഫസിൽ ചാർജ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ, റേഡിയസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഫ്ലക്സിന് എന്താണ് മാറ്റമാണ് ഉണ്ടായിരിക്കുക. ഇവിടെ വാട്ട് ഈസ് കൊഹിറന്റ് സോഴ്സസ്, അതുപോലെ തന്നെ ലൈറ്റ് ഫ്രം 2 ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആർ നോട്ട് കൊഹിറന്റ്, എക്സ്പ്ലെയിൻ. 2 slits 0.1 millimeter അപ്പാർട്ട് ആർ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂമറിക്കൽ തന്നിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ലോറൻസ് ഫോഴ്സ് എന്താണ്, അതെന്തായാലും നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ചിരിക്കേണ്ടതാണ്, NCERT-യിലുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഡയഗ്രാം തന്നിട്ട് നമ്മളോട് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഷോ ദാറ്റ് ഫ്രീക്വൻസി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റേഡിയസ് ഓഫ് ദ പാത്ത്.
ഈസ് ദർ എനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ചാർജ് പാർട്ടിക്കിൾ. അപ്പോൾ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയിൽ മാറ്റമൊന്നും സ്പീഡിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല, വർക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ നോക്കുക, സിമിലർ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 പോയിന്റ് ചാർജുകളുടെ അഗെയിൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ചോദ്യമാണ്. Questions നിങ്ങൾക്ക് ഇതാ ഡീറ്റെയിൽഡ് ആയി വായിച്ച് നോക്കാൻ പറ്റും. Find the capacitance of the system if the air between the capacitor is replaced by dielectric medium, if the charges on 2 conductors are changed to +160 and -160 എന്താണ് സംഭവിക്കുക. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്തിൽ ഇറങ്ങിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ആക്ച്വലി വരുന്നത്. ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇതാ കൃത്യമായിട്ട് കാണാം. ഇവിടെ നമുക്ക് ഇതൊക്കെ പഠിപ്പിക്കാത്തതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമോ ഞാൻ ഈ ചോദ്യങ്ങളിൽ കണ്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം, ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടാവും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ ഡെപ്തിൽ ഇറങ്ങി വായിച്ച് 3 മെറ്റാലിക് സ്ഫെറിക്കൽ ഷെൽസ് ABCയുടെ സ്റ്റോറിയാണ്. ആ കോണ്ടെക്സ്റ്റ് മുഴുവൻ മനസ്സിലാക്കി ഈ ചോദ്യങ്ങൾ മുഴുവൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതേ മാർക്കിന് ഇവിടെ 5 മാർക്കാണെങ്കിൽ ഇതിനും ആക്ച്വലി കിട്ടുന്നത് എന്താണ്, 5 മാർക്ക് തന്നെയാണ്. വീണ്ടും നമുക്ക് എത്ര ക്വസ്റ്റ്യൻസും എത്ര കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറുകളിലുള്ള ആ ഒരു ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഫൈനലി പറയാനുള്ളതാണ്, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് വരുമെന്ന് 100% ഉറപ്പിച്ചിരുന്ന ചോദ്യങ്ങൾ വന്നില്ല, അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നു എന്നുള്ളതാണ് ബേസിക്കലി സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അതേ ഏജ് ഗ്രൂപ്പിൽ തന്നെ മറ്റു സ്കൂളുകളിൽ പഠിക്കുന്ന നിങ്ങൾ ഈ പറയുന്ന 1-2 വർഷം കഴിഞ്ഞിട്ട് പല എക്സാമുകളിൽ കോമ്പീറ്റ് ചെയ്യാനും കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ സമയത്ത് അടക്കം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ആരുടെ കൂടെയാണ്? ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ലെവലിൽ പഠിച്ച് വരുന്ന കുട്ടികളോട് തന്നെയാണ്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ലെവൽ എന്താണ്, നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, NCERT എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ആ സിലബസ് ടെക്സ്റ്റ് ബുക്ക് അത് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളടക്കം ഓരോ കുട്ടികളും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അത് കാണാതെ പഠിച്ച് പോയി അതിൽ നിന്നും ഒരു വേരിയേഷൻ വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്ട്രീംലി ടഫായി, ഇത് ഭയങ്കര ഇതുവരെ കേരളത്തിൽ ചോദിക്കാത്ത തരം ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നേരെ മറിച്ച് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വരുന്ന എക്സാംസിനും വളരെ പോസിറ്റീവായിട്ട് കുറച്ചുകൂടെ ടൈം എടുത്ത് ഡെപ്തിൽ ഇറങ്ങി ഓരോ ചാപ്റ്റർ പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അതല്ലാതെ 4, 5, 6 അല്ലെങ്കിൽ 10, 15 ചോദ്യങ്ങൾ കാണാതെ പഠിച്ച് ആ ചോദ്യങ്ങൾ വരുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പരീക്ഷകൾക്ക് +2 എക്സാമിന് പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ്. ഓക്കെ, സോ അത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഇനി 2 എക്സാം എഴുതിയ ആളുകളും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ പറയുക. നിങ്ങൾക്ക് തന്നെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഓരോ മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ ഡിഫറൻസ് മനസ്സിലാവും. ഇന്നലെ ഫിസിക്സ് എഴുതിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് ആലോചിക്കുക എത്ര സമയം എടുത്തിട്ടായിരിക്കും ഈ 1, 2, 3 മുഴുവൻ നമ്മൾ എഴുതിയിട്ട് ഒരു ഫുൾ മാർക്ക് കിട്ടുന്ന ലെവലിലേക്ക് എത്തുക എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. സോ ഫൈനലി പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് മെയിൻലി JEE മെയിൻ JEE അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് കണ്ടന്റ് ഒക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഭാവിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം നമ്മൾ ഈ വർഷം JEE എഴുതാൻ പോകുന്നവർക്കും അടുത്ത വർഷം എഴുതുന്നവർക്കും ഈവൻ 2027 എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കടക്കം നമുക്ക് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. ഈ കമ്മ്യൂണിറ്റിയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഏതിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിൽ ജോയിൻ ചെയ്യുക. JEE റിലേറ്റഡ് ആയിട്ടുള്ള കീം റിലേറ്റഡ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ, ക്ലാസ്സുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. ആൻഡ് 2025 JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും കഴിഞ്ഞ സെഷൻ 1 ക്വസ്റ്റ്യൻസ് 750 ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ റിസോഴ്സ് യൂസ് ചെയ്യാം. ഏപ്രിൽ വരാൻ പോകുന്ന എക്സാമിന് അത് നല്ലൊരു റിവിഷൻ പാക്കേജ് തന്നെ ആയിരിക്കും. അത് 3 സബ്ജക്റ്റിലും എല്ലാ ചാപ്റ്ററും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ സോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ എക്സ്പേർട്ട് ടീച്ചേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ്റ് സിലബസിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ സ്റ്റേറ്റ് സിലബസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വന്നു എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്. അല്ലാതെ എക്സ്ട്രീംലി ടഫായിട്ടുള്ള കുട്ടികളെ തോൽപ്പിക്കാവുന്ന, കുട്ടികളെ കുഴപ്പിക്കാവുന്ന ചോദ്യ പേപ്പറായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ദിസ് വൺ, ഇത് കൃത്യമായിട്ട് അത്യാവശ്യം നല്ല രൂപത്തിൽ തന്നെ കുട്ടികളെ ടെസ്റ്റ് ചെയ്യുന്ന, അവരുടെ കോൺസെപ്റ്റുകളും പ്രോബ്ലം സോൾവിങ് സ്കിൽസും വളരെ ഡെപ്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് CBSEയുടെ നിന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു ലെവലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെയൊക്കെ വളരെ താഴെ തന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ ഒബ്സർവേഷൻ. ബാക്കി നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ വായിക്കുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.